Hello friends, welcome to another lecture of Study Mechanical with Passion. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU 4th സെമസ്റ്ററിലെ മെക്കാനിക്കൽ 4th സെമസ്റ്ററിലെ തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മോഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ്. ടോപ്പിക് എന്ന് പറയുന്നത് റാങ്കിൻ സൈക്കിളാണ്. റാങ്കിൻ സൈക്കിൾ ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാങ്കിൻ സൈക്കിളിന്റെ TS ഡയഗ്രാം എങ്ങനെയാണ്, HS ഡയഗ്രാം എങ്ങനെയാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റാങ്കിൻ സൈക്കിളിൽ ബേസിക്കായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യും. ദെൻ ഇത് സിമ്പിൾ റാങ്കിൻ സൈക്കിളാണ്. സിമ്പിൾ റാങ്കിൻ സൈക്കിളിന്റെ പുറമെ നമുക്ക് റീഹീറ്റ് സൈക്കിളും റീജനറേറ്റീവ് സൈക്കിളും ബൈനറി വേപ്പർ സൈക്കിളും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ റാങ്കിൻ സൈക്കിളാണ്. ഒരു ഐഡിയൽ റാങ്കിൻ സൈക്കിളാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐഡിയൽ റാങ്കിൻ സൈക്കിളിലെ കമ്പോണൻസ് എന്ന് പറയുന്നത് 4 കമ്പോണൻസ് ആണുള്ളത്: ബോയിലർ, സ്റ്റീം ടർബൈൻ, കണ്ടൻസർ ആൻഡ് ഹീറ്റ് പമ്പ്, വാട്ടർ പമ്പ്. ഓക്കെ, ദെൻ ഇവിടെ റാങ്കൈൻ സൈക്കിളിൽ നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നത് വാട്ടറാണ് അല്ലെങ്കിൽ സ്റ്റീമാണ്. കാരണം നമ്മൾ വാട്ടറിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റീമായിട്ട് മാറും, സ്റ്റീം ഹീറ്റ് റിജക്ട് ചെയ്യുന്ന സമയത്ത് അത് വാട്ടറായിട്ട് മാറും. അപ്പോൾ ചില പൊസിഷനിൽ ഇത് സ്റ്റീമായിരിക്കും, ചിലതിൽ വാട്ടർ ആയിരിക്കും. ഓക്കെ, ഇനി കമ്പോണൻസ് എന്ന് പറയുന്നത് ബോയിലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഹീറ്റ് അഡീഷൻ ആണ് നടക്കുന്നത്. ദെൻ സ്റ്റീം ടർബൈൻ എന്നാണ് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. കണ്ടൻസറിലാണ് ഹീറ്റ് റിജക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് വാട്ടർ പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓരോ സ്റ്റേജിലും നമ്മളിപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് നെയിം ചെയ്യാൻ പോവാണ്. 1 2 3 4 എന്ന് പറയുന്നത് നെയിം ചെയ്യാൻ പോവാണ്. പല ടെക്സ്റ്റ് ബുക്കിനകത്തും പല രീതിയിലായിരിക്കും നൊട്ടേഷൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒരു നൊട്ടേഷൻ നമ്മൾ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ആക്കി വെച്ചിട്ട് ഒരു നൊട്ടേഷനെ ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിക്കുക, എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പല ടെക്സ്റ്റ് ബുക്കിനകത്തും പല രീതിയിലുള്ള നൊട്ടേഷൻസ് ആയിരിക്കും. ഇപ്പൊ ഞാൻ എടുക്കുന്നത് ടർബൈൻ ഇൻലെറ്റ് ആണ് 1 എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. ചിലപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് 2 ആവാം, 3 ആവാം, 4 ആവാം. ഓക്കെ, അപ്പൊ നമ്മളൊരു മെത്തേഡിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുകയാണെങ്കിലും ഏത് പ്രോബ്ലം ചെയ്യുകയാണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു മെത്തേഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സ്റ്റീം ടർബൈനിലോട്ട്. ഇപ്പൊ ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഇപ്പൊ ബോയിലറിൽ ഹീറ്റ് അഡീഷൻ നടക്കും. ബോയിലറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഹൈ പ്രഷർ സ്റ്റീമാണ്. ഈ ഹൈ പ്രഷർ സ്റ്റീം ടർബൈനിലൂടെ കടത്തിവിടുന്ന സമയത്ത് ഇവിടെ നമുക്ക് ടർബൈൻ കറങ്ങും, നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ സ്റ്റീമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ നടക്കുന്നത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. ഐസെൻട്രോപിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസെൻട്രോപിക് മീൻസ് എൻട്രോപ്പി സെയിം ആയിരിക്കും, എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ പ്രഷർ കുറയും. ഓക്കെ, അപ്പൊ ഇവിടെ പ്രഷർ കുറയുന്ന സമയത്ത് ഇവിടെ ഹൈ പ്രഷർ സ്റ്റീമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, ഇൻലെറ്റ് ആയിട്ട് വരുന്നത്. ലോ പ്രഷർ സ്റ്റീം ആയിട്ട് നമുക്ക് ഔട്ട്ലെറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് ലോ പ്രഷർ സ്റ്റീമാണ്. ലോ പ്രഷർ സ്റ്റീം കണ്ടൻസറിലൂടെ കടത്തിവിടുന്ന സമയത്ത് കണ്ടൻസറിൽ ഹീറ്റ് റിജക്ഷൻ ആണ് നടക്കുന്നത്. ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റീമിൽ നിന്നുള്ള ഹീറ്റ് റിജക്ട് ചെയ്യാന്ന് പറയുമ്പോൾ പല മെത്തേഡ്സ് ഉണ്ട്. നമ്മളിപ്പോൾ അതിനേക്കാളും ടെമ്പറേച്ചർ കുറഞ്ഞൊരു ഫ്ലൂയിഡ് അതിന് സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും. അങ്ങനെ പല രീതിയിലുള്ള മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ബാക്കിയുള്ള മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാക്കുക, ഇവിടുന്ന് സ്റ്റീമിൽ നിന്ന് ഹീറ്റ് റിജക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലോ പ്രഷർ സ്റ്റീം ആയിരുന്നുണ്ടായിരുന്നു, അത് ലോ പ്രഷർ വാട്ടർ ആയിട്ട് മാറും ഹീറ്റ് റിജക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഈ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ലോ പ്രഷർ വാട്ടർ ആണ്. ഈ ലോ പ്രഷർ വാട്ടർ നമ്മൾ വാട്ടർ പമ്പ് യൂസ് ചെയ്തിട്ട് പമ്പ് ചെയ്യുന്ന സമയത്ത് ഇതിന് പ്രഷർ കൂടും. ഓക്കെ, അപ്പൊ ഇവിടെ നടക്കുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. ഓക്കെ, ദെൻ 3 to 4 എന്ന് പറയുന്ന പ്രോസസ് ഐസെൻട്രോപിക് കംപ്രഷൻ നടക്കുമ്പോൾ ഇവിടെ ലോ പ്രഷർ വാട്ടർ ഹൈ പ്രഷർ വാട്ടർ ആയിട്ട് മാറും. അപ്പൊ ഈ 4th പോയിന്റ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ വാട്ടർ ആണ്. ഈ ഹൈ പ്രഷർ വാട്ടർ ബോയിലറിലൂടെ കടത്തി വരുന്ന സമയത്ത് ബോയിലറിൽ നടക്കുന്നത് ഹീറ്റ് അഡീഷൻ ആണ്. അതായത് ഹീറ്റ് നമ്മൾ അവിടെ സപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സ്റ്റീമായിട്ട് മാറും. ഓക്കെ, ദെൻ അപ്പൊ ഇവിടെ വീണ്ടും എന്ത് ചെയ്യും, high pressure water is converted into high pressure steam. Okay, then high pressure steam expansion നടക്കും, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ നടക്കും, ലോ പ്രഷർ സ്റ്റീം ആയിട്ട് മാറും. ദെൻ ഈ പ്രോസസ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ 1 എന്ന് പറയുന്ന പോയിന്റ് ഹൈ പ്രഷർ സ്റ്റീം ആണ്. 2 is the second point is the low pressure steam, then low pressure water, high pressure steam. ഈ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റാങ്കിൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ റാങ്കിൻ സൈക്കിളിന്റെ TS ഡയഗ്രാം HS ഡയഗ്രാം ആണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഈ ഹൈ പ്രഷർ സ്റ്റീം എന്ന് പറയുന്നത്, അതായത് ബോയിലറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടർബൈനിലോട്ട് വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് സ്റ്റീം ആവാം, സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആവാം. ഓക്കെ,
സാച്ചുറേറ്റഡ് സ്റ്റീം ആണെങ്കിൽ ഉള്ള TS ഡയഗ്രാം HS ഡയഗ്രാം ആണ് ഇത്. ക്ലിയർ? അതായത് 1 എന്ന് പറയുന്ന പോയിന്റ് സാച്ചുറേഷൻ ലൈനിലായിരിക്കും ഉണ്ടാവുക. 1 to 2 എന്ന് പറയുന്ന പോയിന്റ് സ്റ്റീം ടർബൈൻ ആണ്. അത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. ഐസെൻട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് എൻട്രോപ്പി ആണ്. അപ്പൊ 1, 2ലും എൻട്രോപ്പി സെയിം ആയതുകൊണ്ട് 1 to 2 പ്രോസസ്സ് വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. അതേപോലെ HS ഡയഗ്രത്തിലും 1 to 2 എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. ഇനി 2 to 3 എന്ന് പറയുന്നത് കണ്ടൻസിലെ ഹീറ്റ് റിജക്ഷൻ ആണ്. ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ്. കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുമ്പോൾ ഈ 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സ് ഇങ്ങനെ വരും. ദെൻ TS ഡയഗ്രാം HS ഡയഗ്രത്തിൽ 2 to 3, അതായത് ഇവിടെ പ്രഷർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്, ഇവിടെ പ്രഷർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ? ദെൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് തേർഡ് പോയിന്റ്. നമ്മൾ 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ് വാട്ടർ പമ്പിലൂടെ ഉള്ളതാണ്. ദാറ്റ് ഈസ് ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. അതായത് ഈ 1 to 2 പ്രോസസ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഐസെൻട്രോപിക് കംപ്രഷൻ എന്ന് പറയുമ്പോൾ എൻട്രോപ്പി സെയിം ആയിരിക്കും, പ്രഷർ കൂടും. അപ്പൊ 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അതേപോലെ 3 to 4 ഇവിടെ ഇങ്ങനെ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഈസ് 4 to 1. 4 to 1 എന്ന് പറയുന്ന പ്രോസസ്സ് ഈ 2 to 3 പ്രോസസ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. 4 to 1 ഈസ് ഹീറ്റ് അഡീഷൻ ആണ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, അപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് ഇത് കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ ആയിരിക്കും, അതേപോലെ ഇതും കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് സാച്ചുറേറ്റഡ് സ്റ്റീം ആണെങ്കിൽ നമ്മൾ ഫിഗർ വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് സാച്ചുറേഷൻ ലൈൻ ആയിരിക്കും 1 എന്ന് പറയുന്ന പോയിന്റ് വരിക. അപ്പൊ സാച്ചുറേഷൻ ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതൊന്ന് പ്രോബ്ലത്തിൽ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. സ്റ്റീം ടേബിളിൽ നിന്ന് എടുക്കുകയാണെങ്കിലും മൊളിയർ ചാർട്ട് എന്ന് എടുക്കണം. ഈ HS ഡയഗ്രത്തിനെയാണ് നമ്മൾ മൊളിയർ ചാർട്ട് എന്ന് പറയുക. അപ്പൊ ഈ HS ഡയഗ്രത്തിന് മൊളിയർ ചാർട്ട് നമ്മൾ സ്റ്റീം ടേബിളിന്റെ ലാസ്റ്റ് പേജിൽ ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ടും നമുക്ക് പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കിട്ടുന്ന സ്റ്റീം എന്ന് പറയുന്നത്, അതായത് ബോയിലറിൽ നിന്ന് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന സ്റ്റീം എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആണെങ്കിൽ ഈ സാച്ചുറേഷൻ ലൈനിന്റെ ഇപ്പുറത്തായിരിക്കും 1 എന്ന് പറയുന്ന പോയിന്റ് വരിക. അതായത് സാച്ചുറേഷൻ ഇപ്പൊ ഹീറ്റിങ്ങിന് അഡീഷൻ നടക്കുന്ന സമയത്ത് സാച്ചുറേറ്റഡ് സ്റ്റീം ആവും, വീണ്ടും ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആയിട്ട് മാറും. ദെൻ 1 to 2 പ്രോസസ്, ബാക്കിയുള്ള പ്രോസസ് എല്ലാം സെയിം തന്നെ. അതേപോലെ ഇവിടെ 1 എന്ന് പറയുന്ന പോയിന്റ് സാച്ചുറേഷൻ ലൈനിന്റെ ഇപ്പുറത്ത് വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1 to 2ഉം 3 to 4ഉം നേരെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. 1 to 2 ഈസ് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, 3 to 4 ഈസ് ഐസെൻട്രോപിക് കംപ്രഷൻ. 2 to 3ഉം 4 to 1ഉം നേരെ ഓപ്പോസിറ്റ് ആണ്. 2 to 3 ഈസ് ഹീറ്റ് റിജക്ഷൻ ആൻഡ് കോൺസ്റ്റന്റ് പ്രഷർ, 4 to 1 ഈസ് ഹീറ്റ് അഡീഷൻ ആൻഡ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, ഇനി ഈ രണ്ട് രീതിയിലും പ്രോബ്ലം വരാം. അപ്പൊ ഇത് രണ്ട് രീതിയിൽ വന്നു കഴിഞ്ഞാലും ചെയ്യാൻ നമുക്ക് പറ്റണം. ഇനി ഇവിടെ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ് രണ്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് P2ഉം P3ഉം സെയിം ആയിരിക്കും, P4ഉം P1ഉം സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ രണ്ട് പ്രഷറിലാണ് ഈ സൈക്കിൾ, റാങ്കൈൻ സൈക്കിൾ നടക്കുക. ഇവിടെ P1 എന്ന് പറയുന്നത് ഹയർ പ്രഷറാണ്, ദെൻ P2 എന്ന് പറയുന്നത് ലോവർ പ്രഷറാണ്. ഈ രണ്ട് പ്രഷറേ നമുക്ക് വേണ്ടതുള്ളൂ. പ്രോബ്ലത്തിൽ പല രീതിയിൽ നമുക്ക് പ്രഷർ തരും. അതായത് P1 is equal to P4 is equal to high pressure or boiler pressure or turbine inlet pressure. ഈ മൂന്ന് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അതേപോലെ P2 is equal to P3 ആണ്, ദാറ്റ് ഈസ് ലോവർ പ്രഷർ ഓർ കണ്ടൻസർ പ്രഷർ. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഹയർ പ്രഷർ ലോവർ പ്രഷർ എന്ന് പറഞ്ഞിട്ട് തരും, അല്ലെങ്കിൽ കണ്ടൻസർ പ്രഷർ ആൻഡ് ബോയിലർ പ്രഷർ എന്ന് പറഞ്ഞിട്ട് തരും, അല്ലെങ്കിൽ ടർബൈൻ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് പ്രഷർ എന്ന് പറഞ്ഞിട്ട് തരും. അങ്ങനെയൊക്കെ തരികയാണെങ്കിലും നമ്മൾ എടുക്കേണ്ടത് ആ രണ്ട് പ്രഷറേ ഈ റാങ്കൈൻ സൈക്കിളിൽ ഉണ്ടാവും. ബാക്കിയുള്ള എല്ലാ പ്രഷറും നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഓരോ പ്രോസസ്സിലുള്ള വർക്ക് അല്ലെങ്കിൽ ഹീറ്റ് റിജക്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് സപ്ലൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. അത് നമ്മൾ നോക്കേണ്ടത് പല രീതിയിൽ. ഇപ്പോൾ വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ഉണ്ട്, വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടൊക്കെ മാറും. നമ്മൾ അതൊന്നും നോക്കണ്ട. നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഏത് പ്രോസസ് എടുത്തു കഴിഞ്ഞാലും ഹയർ എൻതാൽപി മൈനസ് ലോവർ എൻതാൽപി, ദാറ്റ് ഈസ് ദി ഇക്വേഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ ടർബൈന് 1 to 2 എന്ന് പറയുമ്പോൾ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിന്റെ എൻതാൽപി കുറയാണ് ചെയ്യുന്നത്. അപ്പൊ H1 ഈസ് ഗ്രേറ്റർ ദാൻ H2, ദെൻ WT ഈസ് ഈക്വൽ ടു H1 മൈനസ് H2. ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ ഇക്വേഷൻസും പഠിച്ചാൽ മതി. ഓക്കെ, H1 മൈനസ് H2 ക്ലിയർ. ദെൻ ഹീറ്റ് റിജക്ഷൻ, രണ്ടാമത്തെ പ്രോസസ് 2 to 3 ഹീറ്റ് റിജക്ഷൻ ആണ്. അപ്പൊ H2 ഈസ് ഗ്രേറ്റർ ദാൻ H3, ദെൻ ഹീറ്റ് റിജക്ഷൻ ഈസ് H2 മൈനസ് H3. ഈ H1 H2 നമ്മൾ എടുക്കുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാമിലാണ്, അതുകൊണ്ടാണ് യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാമിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇത് തന്നെ ഫോളോ ചെയ്യുക, കാരണം നമ്മൾ സ്റ്റീം ടേബിളൊക്കെ കിലോ ജൂൾ പെർ കിലോഗ്രാമിലായിരിക്കും വാല്യൂസ് ഉണ്ടാവുക. ദെൻ അടുത്തത് പ്രോസസ് 3 to 4 ആണ്. അവിടെ ഐസെൻട്രോപിക് കംപ്രഷൻ ആണ് നടക്കുന്നത്. കംപ്രഷൻ നടക്കുമ്പോൾ പ്രഷർ കൂടുകയാണ്, എൻതാൽപി കൂടുകയാണ്. അപ്പൊ H4 ഈസ് ഗ്രേറ്റർ ദാൻ H3 ആണ്. അപ്പൊ WP ഈസ് ഈക്വൽ ടു H4 മൈനസ് H3, അത്രയും കിലോ ജൂൾ പെർ കിലോഗ്രാം. ഓക്കെ,
4 to 1 is heat supplied ആണ്. അപ്പോൾ H1 is greater than H4. Okay, then QS is equal to H1 minus H4. അത്രയും കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് ആൻസർ വരും. ക്ലിയർ? ഇപ്പൊ ഇവിടെ നമ്മൾ എത്ര ചെയ്തിട്ടുള്ള കിലോ ജൂൾ പെർ കിലോഗ്രാം. ഇനി നമുക്ക് പവർ കണ്ടുപിടിക്കണമെങ്കിൽ കിലോ വാട്ടിലാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ മാസ് ഫ്ലോ റേറ്റ് തന്നു കഴിഞ്ഞാലും നമ്മൾ കിലോ വാട്ടിലാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ടർബൈൻ പവർ നമുക്ക് കിട്ടിയ വാല്യൂവിനെ മാസ് ഫ്ലോ റേറ്റ് കൊണ്ട് സ്റ്റീം ഫ്ലോ റേറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എം ഡോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ വിൽ ബി കിലോ വാട്ട്. അതേപോലെ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എം ഡോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിലോ വാട്ടിൽ. QSനെയും നമുക്ക് എം ഡോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കിലോ വാട്ട് എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇനി പമ്പ് വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ, വിച്ച് ഈസ് H4 മൈനസ് H3 ആണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പമ്പ് വർക്ക് കണ്ടുപിടിക്കാം. അതായത് VF ഇൻറ്റു P1 മൈനസ് P2. P1 ഉം P2 എന്താണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി P1 മൈനസ് P2 ഇൻറ്റു VF. VF എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയം അറ്റ് കോൺസ്റ്റന്റ് അറ്റ് പ്രഷർ P2. P2 എന്ന് പറയുന്ന പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള VFന്റെ വാല്യൂ സ്റ്റീം ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് WP നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. W നെറ്റ് ഇപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞു, WT പറഞ്ഞു, QR, WP, QS. ഓക്കെ, ദെൻ W നെറ്റ് is equal to WT മൈനസ് WP. ഓക്കെ, ദെൻ സൈക്കിൾ എഫിഷ്യൻസി or thermal efficiency or Rankine efficiency കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ W net divided by heat supplied. Okay, specific steam consumption is equal to 3600 divided by W net. Unit will be kilogram per kilowatt hour. Then work ratio is equal to W net divided by WT. These are the equation used for the problems. Okay, ഇത്രയും ഇക്വേഷൻസും ഈ രീതിയിൽ, ഈ രണ്ട് രീതിയിൽ ഏത് രീതിയിൽ വരും എന്നുള്ളതും നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനനുസരിച്ച് നമ്മൾ ഈ രണ്ട് രീതിയിലുള്ള ഫിഗർ ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇനി പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒന്ന് മോളിയർ ചാർട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാം, ഒന്ന് സ്റ്റീം ടേബിൾ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഈ ഫിഗറിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ് മോളിയർ ചാർട്ട് എന്ന് പറയുന്നത്, മോളിയർ ഡയഗ്രാം ഓർ HS ഡയഗ്രാം. HS ഡയഗ്രത്തിനെയാണ് നമ്മൾ മോളിയർ ചാർട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് പല ലൈൻസും കാണാം. നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് മോളിയർ ചാർട്ട് യൂസ് ചെയ്തിട്ടാണെങ്കിൽ പെട്ടെന്നിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതായത് HS ഡയഗ്രാം എന്ന് പറയുമ്പോൾ Y ആക്സിസിൽ H ആണ്, എൻതാൽപ്പിയാണ്, X ആക്സിസിൽ എൻട്രോപ്പിയാണ്. ദെൻ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫിഗർ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് നേരെ Y ആക്സിലോട്ട് വരക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി എന്ന് പറയുന്നത്. എൻതാൽപ്പി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എങ്ങനെ പോയിന്റ് ഇതിനകത്ത് മാർക്ക് ചെയ്യും എന്നുള്ളതാണ്. പല ലൈൻസ് ഇതിനകത്ത് നമുക്ക് കാണാം, പല കളറിലുള്ള ലൈൻസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും മേലെ റെഡ് ലൈൻസ് നമുക്ക് കാണാം. റെഡ് ലൈൻസിൽ ഏറ്റവും മേലെ വളരെ തിക്കായിട്ടുള്ള റെഡ് ലൈൻ കാണാം. അതാണ് സാച്ചുറേഷൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് പോയിന്റ് വിൽ ബി ഓൺ ദാറ്റ് ലൈൻ. ഓക്കെ, സാച്ചുറേഷൻ ലൈനാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഗ്രീൻ ലൈനിൽ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കാണാം 50 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ്, 150 ഡിഗ്രി സെൽഷ്യസ്, 200 ഡിഗ്രി സെൽഷ്യസ്, 250 ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെ ടെമ്പറേച്ചർ ഇങ്ങനെ ഉയർന്നു പോകുന്നതാണ്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഗ്രീൻ ലൈൻസും കാണാം. അപ്പോൾ ആ ഗ്രീൻ ലൈനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈനാണ്. ആ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ആണ് അതിന് മേലെ എഴുതിയിട്ടുള്ളത്, ഡിഗ്രി സെൽഷ്യസിലാണ്. ഇനി ബ്ലൂ ലൈൻസ് നമുക്ക് കാണാം. ബ്ലൂ ലൈൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനാണ്. അതായത് കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനിൻ്റെ മേലെ 0.01 ബാർ, 0.02 ബാർ, 0.03 ബാർ അങ്ങനെ പോയിട്ട് അവസാനം 500 ബാർ വരെയുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തരുന്ന പോയിന്റിൻ്റെ കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് ഇതിൽ പോയിന്റ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമുക്ക് തരാണ് 250 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 50 ബാർ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം 250 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ ലൈൻ എടുക്കുക, അതായത് ഗ്രീൻ ലൈൻ എടുക്കാം. ദെൻ 50 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലൂ ലൈന് കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ എടുക്കുക. രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പോയിന്റ് ഫിഗറിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, മോളിയർ ചാർട്ടിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ Y ആക്സിലോട്ട് വരച്ചു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും, എൻതാൽപ്പിയുടെ വാല്യൂ കിട്ടുന്നതാണ്. ഓക്കെ, ആ രൂപത്തിലാണ്. അതേപോലെ ഐസെൻട്രോപ്പിക് നമുക്കിപ്പോൾ 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ സാധാരണ എടുക്കുന്നത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ടർബൈനിലാണ്. ഐസെൻട്രോപ്പിക് എന്ന് പറയുമ്പോൾ എൻട്രോപ്പി സെയിം ആണ്. അപ്പോൾ 1 to 2 പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈനാണ് വരിക. ആ വെർട്ടിക്കൽ ലൈന് നമുക്ക് വരച്ച് കഴിഞ്ഞാൽ ആ പ്രോസസ്സിൽ നമുക്ക് 2 എന്ന് പറയുന്ന പോയിന്റിൽ ചിലപ്പോൾ ടെമ്പറേച്ചറോ പ്രഷറോ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് അറിഞ്ഞാൽ മതി. നേരെ താഴെ വെർട്ടിക്കലായി ലൈൻ വരച്ച് കഴിഞ്ഞാൽ പോയിന്റ് 2 നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
സ്റ്റീം ടേബിളിലെ ഒരു പേജാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. പല സ്റ്റീം ടേബിൾസും അവൈലബിൾ ആണ്. ഇത് കുറുമി എന്ന് പറയുന്ന ഓതറിൻ്റെ സ്റ്റീം ടേബിളിലെ ഒരു പേജാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ടേബിൾ 2 ആണ്. സാച്ചുറേറ്റഡ് വാട്ടർ ആൻഡ് സ്റ്റീം പ്രഷർ ടേബിളാണ്. അതായത് ഫസ്റ്റ് കോളം ഇതിൽ റെപ്രസെൻ്റ് ചെയ്യുക പ്രഷറാണ്. നമ്മൾ കൂടുതൽ പ്രോബ്ലം ചെയ്യുന്നതും ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് കോളം റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള അബ്സല്യൂട്ട് പ്രഷർ ഇൻ ബാറാണ്. ബാറിലാണ് പ്രഷർ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരുന്ന വാല്യൂസ് ആദ്യം ബാറിൽ പ്രഷറിലോട്ട് മാറ്റണം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് കോളം. ഓക്കെ, ഇനി തേർഡ് കോളം എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയം ആണ്. സ്പെസിഫിക് വോളിയം VF ഉണ്ട് VG ഉണ്ട്. നമ്മൾ റാങ്കൈൻ സൈക്കിളിൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ പമ്പ് വർക്കിൻ്റെ ഇക്വേഷൻ പറഞ്ഞപ്പോൾ WP = VF × P2 - P3 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇക്വേഷനിൽ നമ്മൾ VF എടുക്കുന്നത് ഈ ഒരു കോളത്തിൽ നിന്നാണ് നമ്മൾ ഇക്വേഷൻ VFൻ്റെ വാല്യൂ എടുക്കുന്നത്. ദെൻ അടുത്തത് സ്പെസിഫിക് എൻതാൽപ്പിയാണ്. സ്പെസിഫിക് എൻതാൽപ്പി 3 കോളം അവിടെ കാണാം. HF, HFG, HG. എല്ലാത്തിനും യൂണിറ്റ് kJ/kg ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ കിട്ടുന്നത് kJ/kg ആണ്. അപ്പോൾ കിട്ടുന്ന വാല്യൂ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റും അതേപോലെ എഴുതണം. ഓക്കെ, കംപ്ലീറ്റ്ലി വാട്ടർ ആണെങ്കിൽ ദ വാല്യൂ വിൽ ബി HF. ഓക്കെ, ദെൻ സാച്ചുറേറ്റഡ് സ്റ്റേജിലാണെങ്കിൽ വാല്യൂ വിൽ ബി HG. ഇനി കംപ്ലീറ്റ്ലി വാട്ടറിൻ്റെയും സാച്ചുറേഷൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വാല്യൂ വരികയാണെങ്കിൽ വാല്യൂ വിൽ ബി HF + X × HFG എന്നാണ്. നമ്മൾ ഇക്വേഷൻ ചെയ്താൽ H = HF + X × HFG. X എന്ന് പറയുന്നത് ഡ്രൈനസ് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിനാണ് അതിൽ HFGയുടെ വാല്യൂ നമ്മൾ യൂസ് ചെയ്യും. കംപ്ലീറ്റ്ലി ലിക്വിഡ് ആണെങ്കിൽ HF, സാച്ചുറേറ്റഡ് സ്റ്റേജ് ആണെങ്കിൽ HG. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. അതേപോലെ സ്പെസിഫിക് എൻതാൽപ്പിയും സ്പെസിഫിക് എൻട്രോപ്പിയും 3 വാല്യൂസ് ഉണ്ട്. SF, SFG, SG. ഞാൻ നേരത്തെ എൻതാൽപ്പിയുടെ കേസ് പറഞ്ഞു അതേപോലെ തന്നെയാണ് വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിപ്പോൾ ഒരു പ്രഷർ തരികയാണെങ്കിൽ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ എടുക്കുക. ആ റോയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് വാല്യൂ ആണോ നമുക്ക് വേണ്ടത്, HF ആണോ, HFG ആണോ, HG ആണോ, അതേപോലെ VF ആണോ, VG ആണോ, ഏത് വാല്യൂ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളിൽ നിന്ന് വാല്യൂ നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാങ്കൈൻ സൈക്കിൾ ഒരു പ്രോബ്ലമാണ്. ഓക്കെ, പ്രോബ്ലം ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ മോളിയർ ചാർട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അതേപോലെ സ്റ്റീം ടേബിൾ യൂസ് ചെയ്തിട്ടും പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്ക് മോളിയർ ചാർട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ സ്റ്റീം ടേബിൾ തന്നെ യൂസ് ചെയ്ത് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ സ്റ്റീം ടേബിൾ ഫോളോ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ മോളിയർ ചാർട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കൂടെ സ്റ്റീം ടേബിളും കൂടെ യൂസ് ചെയ്യേണ്ടി വരും. ഇനി ക്വസ്റ്റ്യൻ ഈസ് എ സ്റ്റീം ടർബൈൻ റിസീവ്സ് സ്റ്റീം അറ്റ് 15 bar ആൻഡ് 350 degrees Celsius. അതായത് സ്റ്റീം ടർബൈനിലോട്ട് വരുന്ന ടെമ്പറേച്ചറും പ്രഷറുമാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇൻലെറ്റ് പ്രഷർ ടു ദ ടർബൈൻ. ടർബൈനിലോട്ട് വരുന്ന ഇൻലെറ്റ് പ്രഷർ എന്ന് പറയുന്നത് ബോയിലർ പ്രഷറാണ്. ദാറ്റ് ഈസ് P1 = 15 bar. ദെൻ ആൻഡ് എക്സോസ്റ്റ് ടു ദ കണ്ടൻസർ അറ്റ് 0.06 bar. അപ്പോൾ കണ്ടൻസർ പ്രഷർ എന്ന് പറയുന്നത് 0.06 bar ആണ്. അതായത് ഹയർ പ്രഷർ, 2 പ്രഷർ ക്വസ്റ്റ്യനിൽ തരും. ഒന്ന് ഹയർ പ്രഷർ, ഒന്ന് ലോവർ പ്രഷർ. ഹയർ പ്രഷർ വിൽ ബി P1 ആൻഡ് ലോവർ പ്രഷർ വിൽ ബി P2. ദാറ്റ് ഈസ് ബോയിലർ പ്രഷർ ആൻഡ് കണ്ടൻസർ പ്രഷർ. Okay, determine the thermal efficiency of the ideal Rankine cycle operating between these two limits. Neglect the pump work. Pump work neglect ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ പ്രത്യേകം. ഓക്കെ, അപ്പോൾ നമുക്ക് തരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ P1 = 15 bar ആണ്, P2 = 0.06 bar ആണ്, T1 = 350 degrees Celsius ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് 4 പോയിന്റ് ആണുള്ളത്, 1 to 4. 4 പോയിന്റിലെയും എൻതാൽപ്പീസ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെക്കുക. ദാറ്റ് ഈസ് H1, H2, H3 ആൻഡ് H4. ഇത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി അത് കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതൊക്കെ കണ്ടുപിടിക്കാനുള്ളതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് P1 = 15 ബാറും ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. മൊളിയർ ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ മൊളിയർ ഡയഗ്രത്തിൽ ടെമ്പറേച്ചർ ലൈനും ഉണ്ട്, പ്രഷർ ലൈനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റിന്റെ പ്രഷർ എന്ന് പറയുന്നത് 15 ബാറാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 50 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ പ്രഷർ ലൈൻ പോകുന്നുണ്ടാവും. ഇത് 15 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ലൈനാണ്. അതേപോലെ 350 degrees Celsius കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ലൈനും വരുന്നുണ്ടാവും, 350 degrees Celsius. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇതിലും കൂടെ മീറ്റ് ചെയ്യുന്ന നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്ന് HS ഡയഗ്രത്തിൽ മൊളിയർ ചാർട്ടിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം.
ക്ലിയർ? നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ 0.06 ബാർ ആണ്. ഇതേപോലെ പ്രഷർ ലൈന് 0.06 ബാറിന്റെ പ്രഷർ ലൈൻ ഉണ്ടാവും. 0.06 ബാറിന്റെ പ്രഷർ ലൈൻ ഉണ്ട്. ഇനി സെക്കൻഡ് പോയിന്റ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ടെമ്പറേച്ചർ അറിയേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് 1 to 2 പ്രോസസ് എന്ന് പറയുന്ന ഐസെൻട്രോപിക് പ്രോസസ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം. ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറയുമ്പോൾ HS ഡയഗ്രത്തിൽ വെർട്ടിക്കൽ ആയിട്ട് ഒരു ലൈൻ ആയിരിക്കും. അപ്പൊ ഇവിടെ 0.06 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 to 2 പ്രോസസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈനാണ്. അപ്പൊ നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതിനെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റും കിട്ടി, സെക്കൻഡ് പോയിന്റും കിട്ടി. കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫസ്റ്റ് പോയിന്റ് നേരെ ഇങ്ങോട്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന വാല്യൂ ആണ് H1ന്റെ വാല്യൂ. അതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നമുക്ക് ഈ മോളിയർ ചാർട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള വാല്യൂ ആണത്. H2ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇങ്ങനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ y ആക്സിൽ കിട്ടുന്ന വാല്യൂ ആണ് H2ന്റെ വാല്യൂ. ഈ രണ്ട് വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് മോളിയർ ചാർട്ട് HS ഡയഗ്രത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എക്സാമിനൊക്കെ പെൻസിൽ യൂസ് ചെയ്തിട്ട് ആ മോളിയർ ചാർട്ടിൽ നമ്മൾ ആ കറസ്പോണ്ടിങ് പോയിന്റ്സ് മാർക്ക് ചെയ്യുക. പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ആ വെർട്ടിക്കൽ ലൈൻ പെൻസിൽ യൂസ് ചെയ്തിട്ട് വരിക. പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ട് അത് എറേസ് ചെയ്ത് കളയും. ഓക്കെ, ഇനി ഡയഗ്രം എന്ന് പറയുന്നത് ഇതിന്റെ HS ഡയഗ്രം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വെച്ച് ഇനി ഇത് HS ഡയഗ്രത്തിൽ നമ്മൾ വാല്യൂ എടുക്കണമെന്നില്ല. പകരം ഞാനത് ചെറുതായിട്ടൊന്ന് വരച്ച് കാണിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും HS ഡയഗ്രം നമ്മളത് വരിക. ഇപ്പൊ വരച്ചിട്ടുള്ളത് ബ്ലാക്കിൽ വരച്ചിട്ടുള്ളത് സാച്ചുറേഷൻ ലൈനാണ്. ഈ ഫസ്റ്റ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുക സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആയിട്ടാണ് കിട്ടുക. കാരണം ഇതിന്റെ സാച്ചുറേഷൻ ലൈനിന്റെ മേലായിട്ടാണ് വരിക. ഇനി ഇത് 0.3 ആണ്, ഇത് 0.4 ആണ്. ഓക്കെ, ഇനി അപ്പൊ H1ഉം H2ഉം നമുക്ക് കിട്ടി. ഇനി H3 എന്ന് പറയുന്ന പോയിന്റ് ഈ ലൈനിലാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഇത് കംപ്ലീറ്റ്ലി ലിക്വിഡ് ആണ്. കംപ്ലീറ്റ്ലി ലിക്വിഡ് ആകുമ്പോൾ വാല്യൂ വിൽ ബി HF. ഇനി സ്റ്റീം ടേബിളിൽ നമ്മൾ പ്രഷർ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ പോയിന്റ് ഇവിടെയും P2ഉം P3ഉം സെയിം ആണ്, P1ഉം P4ഉം സെയിം ആണ്. അപ്പൊ ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് 0.06 ബാർ ആണ്. സ്റ്റീം ടേബിളിൽ 0.06 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HFന്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ വാല്യൂ വിൽ ബി 151.5 കിലോ ജൂൾ പെർ കിലോഗ്രാം. അതായിരിക്കും H3 എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3 to 4 പ്രോസസ് എന്ന് പറയുന്നത് പമ്പ് വർക്കാണ്. അപ്പൊ നമുക്കറിയാം H4 ആണ് ഗ്രേറ്റർ, ദെൻ പമ്പ് വർക്ക് WP H4 മൈനസ് H3 എന്ന് നമുക്ക് എഴുതാം. ഇനി പമ്പ് വർക്ക് നെഗ്ലിജിബിൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുകൊണ്ട്, നെഗ്ലക്ട് പമ്പ് വർക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കറിയാം WP 0 ആക്കി എടുത്തു കഴിഞ്ഞാൽ H4 is equal to H3. അപ്പൊ H3യുടെ വാല്യൂ 150, H4ന്റെ വാല്യൂ 151.5 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഈ വാല്യൂസ് എല്ലാം യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. കാരണം മോളിയർ ചാർട്ടിലും സ്റ്റീം ടേബിളിലൊക്കെ ഉള്ള യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാം തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഏത് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ H1, H2, H3, H4 കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിന് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുള്ളത് തെർമൽ എഫിഷ്യൻസിയാണ്. തെർമൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W net divided by heat supplied QS into 100. ദാറ്റ് ഇസ് പെർസെന്റേജിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. W net എന്ന് പറയുന്നത് WT മൈനസ് WP ആണ്. WP നെഗ്ലിജിബിൾ ആയതുകൊണ്ട് WT എന്ന് എഴുതാം. ടർബൈൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് 1 to 2 പ്രോസസ് ആണ്. വാല്യൂ വിൽ ബി H1 മൈനസ് H2. വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് 4 to 1 ആണ്. ബോയിലർ പ്രോസസ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് ഇവിടെയാണ് QS. ദെൻ ഹീറ്റ് സപ്ലൈഡ് വിൽ ബി H1 മൈനസ് H4. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ആ വാല്യൂ H1ന്റെ W നെറ്റിന്റെയും ഹീറ്റ് സപ്ലൈഡിന്റെ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ നമുക്ക് 32.023% എന്ന ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ഇൻ എ റാങ്കിൻ സൈക്കിൾ ദ സ്റ്റീം ഫ്ലോസ് ടു ടർബൈൻ ആസ് സാച്ചുറേറ്റഡ് സ്റ്റീം അറ്റ് എ പ്രഷർ ഓഫ് 35 bar ആൻഡ് ദ എക്സോസ്റ്റ് പ്രഷർ ഈസ് 0.2 bar. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ള ശ്രദ്ധിക്കണം. ടർബൈനിലോട്ട് വരുന്ന ഇൻലെറ്റ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് സ്റ്റീമാണ്. സാച്ചുറേറ്റഡ് ഹീറ്റ് സ്റ്റീമും വരാം, സൂപ്പർ ഹീറ്റഡ് സ്റ്റീമും വരാം. സാച്ചുറേറ്റഡ് സ്റ്റീം ആണെങ്കിൽ TS ഡയഗ്രാം HS ഡയഗ്രാം ഇതേ രൂപത്തിലായിരിക്കും. ഓക്കെ, ദെൻ പ്രഷർ തന്നിട്ടുള്ള അതിന്റെ എക്സോസ്റ്റ് പ്രഷർ ഈസ് 0.2 bar. ദാറ്റ് ഈസ് P1 is equal to 35 bar ആണ്, P2 is equal to 0.2 bar ആണ്. ദെൻ ഡിറ്റർമൈൻ യൂസിങ് സ്റ്റീം ടേബിൾ ഓൺലി. സ്റ്റീം ടേബിൾ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മോളിയർ ചാർട്ട് യൂസ് ചെയ്തിട്ടും ചെയ്യാം, സ്റ്റീം ടേബിൾ യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഇവിടെ സ്റ്റീം ടേബിൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മാസ് ഫ്ലോ റേറ്റും തന്നിട്ടുണ്ട്. മാസ് ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന WT ആയാലും WP ആയാലും QS ആയാലും എല്ലാം എന്ത് ചെയ്യണം? നമ്മൾ
മാസ് ഫ്ലോ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിലോ വാട്ടിൽ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ പമ്പ് വർക്ക്, ടർബൈൻ വർക്ക്, റാങ്കിൻ എഫിഷ്യൻസി, കണ്ടൻസർ ഹീറ്റ് ഫ്ലോ, ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് ദി എൻഡ് ഓഫ് എക്സ്പെൻഷൻ, ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 പോയിന്റ് ഉണ്ട്. H1, H2, H3, H4 കണ്ടുപിടിക്കുക. പിന്നെ പ്രോബ്ലം എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അതിന്റെ ഇക്വേഷൻ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് P1 is equal to 35 bar ആണ്, P2 is equal to 0.2 bar ആണ്. അപ്പോൾ H1 is equal to, ഇപ്പോൾ അവിടെ 35 bar അറ്റ് സാച്ചുറേറ്റഡ് സ്റ്റീം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റീം ടേബിളിൽ 35 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ എടുക്കണം. ഓക്കെ, 35 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ എടുത്തിട്ട് സാച്ചുറേറ്റഡ് സ്റ്റീം ആയതുകൊണ്ട് വാല്യൂ വിൽ ബി Hg. അപ്പോൾ 35 ബാറിൽ Hgയുടെ വാല്യൂ എന്ന് പറയുന്നത് 2802 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ്, അപ്പോൾ ഇവിടെ H1ന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി H2ന്റെ വാല്യൂ നമ്മൾ മൊളിയർ ചാർട്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആണ്. കാരണം 1 എന്ന് പറയുന്ന പോയിന്റ് സാച്ചുറേഷൻ ലൈൻ അവിടെ ഉണ്ടാവും. അതേപോലെ 35 ബാർ എന്ന് പറയുന്ന ടെമ്പറേച്ചറിന്റെ ആവശ്യമില്ല, 35 ബാർ സാച്ചുറേഷൻ ലൈനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും പോയിന്റ് 1. ദെൻ ഇവിടെ സെക്കൻഡ് പോയിന്റിലുള്ള പ്രഷർ നമുക്കറിയാം. പ്രഷർ എന്ന് പറയുന്നത് P2 = 0.2 ബാർ ആണ്. 0.2 ബാറിന്റെ ഒരു ലൈൻ ഉണ്ടാവും. അതിലോട്ട് നേരെ വെർട്ടിക്കലായിട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. H1 H2 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൊളിയർ ചാർട്ടിൽ നിന്ന് കിട്ടും. പക്ഷെ ഇവിടെ സ്റ്റീം ടേബിൾ യൂസ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് സ്റ്റീം ടേബിൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മെത്തേഡാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന മെത്തേഡാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ ലൈനിന്റെ താഴെ ആയതുകൊണ്ട് ഇവിടെ ലിക്വിഡും ഉണ്ടാവും, വേപ്പറും ഉണ്ടാവും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഡ്രൈനസ് ഫ്രാക്ഷൻ ഉണ്ടാവും. ആ ഡ്രൈനസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് HF ആണെന്ന് പറയാം, കംപ്ലീറ്റ്ലി ലിക്വിഡ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് Hg ആണ്, സാച്ചുറേറ്റഡ് സ്റ്റീം ആണ്. ഓക്കെ, പക്ഷെ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ വരികയാണെങ്കിൽ വാല്യൂ ഈസ് HF പ്ലസ് X ഇൻറ്റു HFG എന്നാണ്. അപ്പോൾ X എന്ന് പറയുന്ന ഡ്രൈനസ് ഫ്രാക്ഷൻ നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഡ്രൈനസ് ഫ്രാക്ഷൻ H2 കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇനി അടുത്ത പറയുന്നത്. പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഫസ്റ്റ് 1 to 2 പ്രോസസ് എന്ന് പറയുന്നത് ഐസെൻട്രോപിക് പ്രോസസ് ആണ്. ഐസെൻട്രോപിക് പ്രോസസ് ആണെങ്കിൽ S1ഉം S2ഉം ഈക്വൽ ആണ്. S1 എന്ന് പറയുന്നത് Sg at 35 ബാർ ആണ്. ഡ്രൈ സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് വാല്യൂ വിൽ ബി Sg at 35 ബാർ. 35 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Sgയുടെ വാല്യൂ എന്ന് പറയുന്നത് 6.123 ആണ്. അത് തന്നെ ആയിരിക്കും S2ന്റെ വാല്യൂ എന്ന് പറയുന്നത്. കാരണം 1 to 2 ഐസെൻട്രോപിക് പ്രോസസ് ആണ്. ദെൻ S2 എന്ന് പറയുന്ന സെക്കൻഡ് പോയിന്റിലെ എൻട്രോപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആ സ്റ്റേജിലെ എൻട്രോപ്പി എന്ന് പറയുന്നത് S എന്ന് പറയുന്നത് SF പ്ലസ് X ഇൻറ്റു SFG എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ S2ന്റെ വാല്യൂ നമുക്കറിയാം. ഇനി SFഉം SFGയും നമ്മൾ എടുക്കേണ്ടത് രണ്ടാമത്തെ പ്രഷർ ആയിട്ടുള്ള 0.2 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയിൽ നിന്നാണ്. 0.2 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SFയുടെ വാല്യൂ 0.832, SFGയുടെ വാല്യൂ 7.077. Then S2 equal to 6.123. ഈ ഇക്വേഷൻ ആകെ ഒരു അൺനോണേ ഉള്ളൂ, X2 കണ്ടുപിടിക്കാം. ഡ്രൈനസ് ഫ്രാക്ഷൻ കിട്ടും. ഈ ഡ്രൈനസ് ഫ്രാക്ഷൻ കിട്ടിയിട്ടേ നമുക്ക് H2 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഡ്രൈനസ് ഫ്രാക്ഷൻ കിട്ടിയിട്ട് H2 equal to HF2 പ്ലസ് X2 ഇൻറ്റു HFG2. ഈ 2 എന്ന് പറയുന്നത് സെക്കൻഡ് പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.2 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HF2 HFGന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ H2 കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് സ്റ്റീം ടേബിൾ യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഇങ്ങനെയാണ്. ക്ലിയർ? ഇനി അടുത്തത് H4 നമുക്ക് കണ്ടുപിടിക്കണം. H4 കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, സോറി അതിന് മുമ്പ് H3 എന്ന് പറയുന്നത് കുറച്ചുകൂടി സിമ്പിൾ ആണ്. H3 എന്ന് പറയുന്നത് ഈ രീതിയിൽ കണ്ടുപിടിക്കാം. H3 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കംപ്ലീറ്റ്ലി ലിക്വിഡ് ആണ്. ദാറ്റ് ഈസ് ദ വാല്യൂ വിൽ ബി HF. പ്രഷർ എന്ന് പറയുന്നത് 3 ആണ്. 2ലെയും 3ലെയും പ്രഷർ സെയിം ആണ്. 0.2 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HFന്റെ വാല്യൂ സ്റ്റീം ടേബിളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 251.5. അതായിരിക്കും H3യുടെ വാല്യൂ. നെക്സ്റ്റ് H4 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. H4 കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഇതാണ്. H4 കണ്ടുപിടിക്കാൻ WP പമ്പ് വർക്കിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. VF3 ഇൻറ്റു P1 മൈനസ് P2 എന്നാണ്. ഓക്കെ, VF3 എന്ന് വന്നു കഴിഞ്ഞാൽ തേർഡ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള VFന്റെ വാല്യൂ. തേർഡ് പോയിന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ എന്ന് പറയുന്നത് 0.2 ബാർ ആണ്. P2 = P3 ആണ്. അപ്പൊ 0.2 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റീം ടേബിളിൽ നിന്ന് നമ്മൾ വാല്യൂ എടുക്കണം. VFന്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 0.001017 എന്ന് കിട്ടും. ഓക്കെ, ദെൻ P1ഉം P2ഉം നമുക്ക് വാല്യൂ അറിയാം. പക്ഷേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഈ P1ഉം P2ഉം നമുക്ക് ഇവിടെ ബാറിലാണ് പ്രഷർ തന്നിട്ടുള്ളത്. അപ്പൊ ബാറിലുള്ള പ്രഷർ പാസ്കലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് × 10⁵ ആണ്. നമ്മളിവിടെ എല്ലാ വാല്യൂസും കിലോ ജൂൾ പെർ കിലോഗ്രാമിലാണ് എഴുതിയത്. അപ്പോൾ ഇവിടെ പ്രഷർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കിലോ പാസ്കലിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രഷർ ബാറിൻ്റെത്
പാസ്കലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 10⁵. പ്രഷർ ബാറിലുള്ളത് പാസ്കലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 10⁵. പ്രഷർ ബാറിലുള്ളത് കിലോ പാസ്കലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 10² വരുള്ളൂ. ഓക്കെ, ദെൻ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ WPന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. WP എന്ന് പറയുന്നത് H4 - H3 ആണ്. ദെൻ ഇതിൽ നിന്ന് നമുക്ക് H4ന്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ എല്ലാ വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് ഓരോന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് നോക്കുക. പമ്പ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം WP H4 - H3 ആണ്. m ഡോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ വിൽ ബി കിലോ വാട്ട്. ഓക്കെ, ടർബൈൻ വർക്ക് എന്ന് പറയുന്നത് H1 - H2 ആണ്. വാല്യൂ വിൽ ബി 787.28 കിലോ ജൂൾ പെർ കിലോഗ്രാം. m ഡോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിലോ വാട്ടിലോട്ട് കിട്ടും. ഇത്രയും വാല്യൂ കിട്ടും. റാങ്കൈൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W net ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ്. ഓക്കെ, പക്ഷെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? W net വേണം. W net എന്ന് പറയുന്നത് WT - WP ആണ്. ഇനി ഇത് കണ്ടുപിടിക്കുമ്പോൾ ഒന്നെങ്കിൽ എല്ലാം കിലോ വാട്ടിൽ എടുക്കാം. ഇനി WT എന്ന് പറയുന്നത് W net WT - WP ആണ്. ദെൻ ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഈ റാങ്കൈൻ എഫിഷ്യൻസി കണ്ടുപിടിക്കുമ്പോൾ ഒന്നെങ്കിൽ എല്ലാം കിലോ ജൂൾ പെർ കിലോഗ്രാമിൽ എടുക്കാം, അല്ലെങ്കിൽ എല്ലാം കിലോ വാട്ടിൽ എടുക്കാം. ദെൻ ഹീറ്റ് സപ്ലൈഡ് H1 - H4 ആണ്. വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. ദെൻ കണ്ടൻസർ ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് H2 - H3 ആണ്. അതായത് ഹീറ്റ് റിജക്ഷൻ ആയിട്ട് കണ്ടൻസർ H2 - H3 ഈക്വൽ ടു നമുക്ക് ഇത്രയും കിലോ ജൂൾ പെർ കിലോഗ്രാം മാസ് ഫ്ലോ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കിലോ വാട്ട് എന്ന് കിട്ടും. ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് ദി എൻഡ് ഓഫ് എക്സ്പാൻഷൻ ഈസ് നമ്മൾ ഓൾറെഡി ഇവിടെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വാല്യൂ ഒന്നുകൂടെ എടുത്ത് എഴുതാം. X2 ഈക്വൽ ടു 0.748. ദാറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ.